ചേട്ടാ, അതായത് കോൺഗ്രസിന്റെ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ ചർച്ചയായപ്പം കോൺഗ്രസ് പല പല ആരോപണങ്ങൾ അല്ല പല ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതായത് ആദ്യമായിട്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദം മറയ്ക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം, അല്ലെങ്കിൽ ഈ പരാതിക്കാരെയൊക്കെ CPM ഇറക്കിയതാണ് എന്നുള്ളതാണ് തുടക്കം മുതലേ ഇവരിങ്ങനെ ഇതിനെ കോട്ട് ചെയ്യുന്നത്. ഇതിപ്പം നമ്മുടെ ഈ നേതാക്കന്മാരുടെ പല ബൈറ്റുകൾ എടുക്കുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നിട്ട് ഒരു 2-3 മിനിറ്റിൽ ഇങ്ങനെ വരും, അതായത് ഈ സ്വർണ്ണക്കൊള്ളയിലിട്ട് വരും. അതായത് അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിന്റെ വിഷയം. പിന്നെ ഇപ്പൊ അവർ പ്രധാനമായിട്ട് ഇപ്പൊ അവർ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമാന കുറ്റകൃത്യങ്ങൾ LDF അല്ലെ CPM-നകത്ത് ഉണ്ടായിട്ട് എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യം പറയുന്നുണ്ട്. സമാനം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്തതുപോലെയുള്ള സമാന കുറ്റകൃത്യം നമ്മൾ CPM പാർട്ടിക്കുള്ളിൽ ചെയ്തിട്ടും എന്ത് നടപടി പാർട്ടി എടുത്തു എന്നുള്ള ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അവരൊരു ഉദാഹരണമായിട്ട് പറയുന്നത് മുകേഷിന്റെ വിഷയമൊക്കെ എടുത്തിട്ടാണ് ഇവർ പറയുന്നത്. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്ത് നടപടിയെടുത്തു. ശരിക്കും ഈ ഒരു ചോദ്യം ഇവിടെ ന്യായമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? എന്താണ് ഈ സമാനത എന്ന് പറയുന്നത്? അതിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് അറിയാലോ, ഗർഭചിത്രം എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം തന്നെയാണത്. ശരിക്കും ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പം അതുപോലുള്ള സമാനമായ കുറ്റകൃത്യം എവിടെയാണ് CPM പാർട്ടിക്കുള്ളിൽ നടന്നതും എവിടെയാണ് അത് മറച്ചു വെക്കപ്പെട്ടിട്ടുള്ളതും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ, അല്ലെ പറയാനുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ ഈ സമാന കുറ്റകൃത്യത്തിനോട് CPM പെരുമാറിയത് എങ്ങനെ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. സമാന കുറ്റകൃത്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാളിതുവരെയായി നമ്മൾ ഇത്രയും കാലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഉയർന്നു വന്നതിന് ശേഷമല്ലേ ഗർഭഛിദ്രം എന്ന് പറയുന്ന വാക്ക് തന്നെ മലയാളത്തിലുള്ള ആളുകൾക്ക് അങ്ങോട്ട് കേരളക്കാർക്ക് മുഴുവൻ ഒരു പിടിപാടുണ്ടായത്. ഗർഭഛിദ്രം, നിർബന്ധിത ഗർഭഛിദ്രം, ഗർഭഛിദ്രത്തിനുള്ള മരുന്ന്, ഇതൊക്കെ മറ്റേ CPM ഭരിക്കുന്ന കാലഘട്ടത്തിലോ CPM-നെതിരായി CPM-ലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് എതിരായി ഉപയോഗിച്ചിരുന്ന വാക്കുകളായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഏതെങ്കിലും നേതാക്കൾ M സ്വരാജോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരുള്ള പാർട്ടി തന്നെയാണല്ലോ ഈ പറയുന്ന CPM എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പിന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്ര ഗുളിക കഴിപ്പിച്ച് അവരെ ആശുപത്രിയിലാക്കിയിട്ടുണ്ടോ? അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞപ്പോ ഈ ഗർഭചിത്രം എന്ന് പറയുന്നത് ഇത്ര ഈസി വേ ആണെന്ന് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത പുറത്തോട്ട് വന്നപ്പോഴാണ്. ഇത് ഇത്ര ഈസി ആയിരുന്നു. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്നത് പോലെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി അബോർഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഒരു പെൺകുട്ടിയാണ്, ഞാനും ഒരു അമ്മയാണ്, ഞാൻ കേട്ടിട്ടുള്ളത് അതാണ്. അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ടാബ്ലറ്റ്സ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടൂല എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ അറിവിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇത്രയും ഈസിയാണ്, അല്ലെ ഗർഭചിത്രം എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമാണ്, അല്ലെങ്കിൽ ഇത്ര ഈസിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനെന്ന് മനസ്സിലാക്കിയത് തന്നെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പുറത്തോട്ട് വന്നപ്പോഴാണ്, അല്ലെ ഈ വിവാദങ്ങൾ പുറത്തോട്ട് വന്നപ്പോഴാണ് ഇത് ഇത്ര ഈസിയാണ്. ഇതുവരെ ചേട്ടൻ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണ് ഈ സമാന സംഭവങ്ങൾ നടന്നിട്ടുള്ളത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ. ഗർഭഛിദ്രത്തിനുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഈ പറയുന്ന ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ഗർഭനിരോധന ഗുളികകൾ കിട്ടും. ഇതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ ഇത് വളരെ കാലത്തിന് മുമ്പ് തന്നെ ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഗർഭനിരോധനം, അതായത് കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായി ഗർഭനിരോധനം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതെല്ലാം പലപ്പോഴും ഈ പറയുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു അതിനുള്ള ഗുളികകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേസമയം ഗർഭഛിദ്രത്തിനുള്ള ഗുളികകൾ എവിടെയെങ്കിലും നമ്മളൊരു പരസ്യമായി കണ്ടിട്ടുണ്ടോ? അതെ, കണ്ടിട്ടില്ല. ഗർഭനിരോധന അറിയില്ല, നമുക്കൊന്നും അറിയില്ല. എനിക്ക് പേര് പോലും അറിയത്തില്ല. നമ്മൾ എന്താണ് ഇപ്പോഴാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ. അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏത് മെഡിക്കൽ സ്റ്റോർ ആണ് ഇത് കൊടുത്തത്. ഇപ്പം നമ്മൾ പോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചിലപ്പോൾ നമ്മുടെ പരിചയം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം കൊണ്ടാവാം. ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മളൊരു ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് വാങ്ങുന്നു. ഗർഭഛിദ്രം, നിരോധനമല്ല, ഗർഭഛിദ്രം. അതിനുള്ള ഒരു ഗുളിക വാങ്ങുന്നു. ഈ ഗുളിക കൊണ്ടുവന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കൊടുത്തിട്ട് അവളുടെ ഗർഭം അലസിപ്പിക്കുന്നു. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായാൽ അത് അവളുടെ മരണത്തിന് വരെ കാരണമായി തീരും. ഓവർ ബ്ലീഡിങ് വരെ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളിലേക്ക് അവൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവളുടെ ജീവന് വരെ അത് ഭീഷണിയായി മാറാം. ഇത് ഇവളുടെ അല്ലെങ്കിൽ ഇവളുടെ അനുമതിയോട് കൂടിയല്ല എന്നുണ്ടെങ്കിൽ നാളെ അവളുടെ ജീവന് ഭീഷണിയായി തീരും എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ സ്വാഭാവികമായി ഏതൊരു പെണ്ണും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് മുന്നോട്ട് വരും. അങ്ങനെ പരാതിയായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ
ഗുളിക എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത് പോലീസ് അന്വേഷിക്കും. പോലീസ് കേസിലേക്ക് എത്തും. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഗുളിക കൊടുത്തിട്ടുള്ള മെഡിക്കൽ സ്റ്റോറിനെതിരായി ആക്ഷൻ ഉണ്ടാവും. ആ മെഡിക്കൽ സ്റ്റോറിലെ ആരാണോ അതിന്റെ ഫാർമസിസ്റ്റ് അവർക്കെതിരായിട്ട് ആക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഇതുവരെ ഉണ്ട് ലൈസൻസ് വരെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്ര കൃത്യമായ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അതുപോലെ മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ടല്ലോ. അത് ശരി. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവിടെ ഈ നിയമം ഇതിനൊക്കെ കണക്കില്ലേ? സ്റ്റോക്ക് കാണിക്കണം. അപ്പൊ സ്റ്റോക്ക് കാണിക്കണം. അപ്പൊ ഇത് എവിടെ നിന്ന് പോയി, എങ്ങോട്ട് പോയി, ആർക്ക് കച്ചവടം ചെയ്തു. അപ്പോഴിപ്പോ ഒരു 10 ഗുളിക ഉണ്ടെന്ന് നോക്കുക. നമ്മള് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ഗുളികയുണ്ട്. ഈ 10 ഗുളികയിൽ 2 എണ്ണം കാണുന്നില്ല എന്ന് വെച്ചാൽ ബില്ലിട്ടിട്ടില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ല. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം കൃത്യമായി ഞാൻ എൻ്റെ ഒരു ഇപ്പം നമുക്കറിയാം, എൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. ഞാനൊരു ഗുളിക വാങ്ങാനായിട്ടൊരു ആന്റിബയോട്ടിക് വാങ്ങാനായിട്ട് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ മസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ നിങ്ങൾക്ക് തരുന്നതല്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ പരിചയമൊക്കെ വെച്ച് മേടിക്കാറുണ്ട്. അപ്പം ചിലരോട് കാര്യം പറഞ്ഞ് ചിലരൊക്കെ തരാറുണ്ട്. അപ്പോൾ അതൊക്കെ നിയമപരമായി തെറ്റാണ് ശരിക്കും. അപ്പം അവർ ചെയ്യുന്നൊരു കാര്യം, ഒരു ഗുളിക വാങ്ങാനായിട്ട് ഞാനൊരു എന്നെ ഒട്ടും പരിചയമില്ലാത്ത ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവർ എൻ്റെ കയ്യിലിരുന്ന് പ്രിസ്ക്രിപ്ഷൻ എടുത്ത് പരിശോധിച്ച് അവരത് ഫോട്ടോ എടുത്ത് അവരുടെ കസ്റ്റഡിയിൽ വെച്ചു. കാര്യം അവരൊരു 5 ഗുളിക വിറ്റ് കഴിഞ്ഞാൽ ഈ 5 ഗുളിക ആർക്ക് എപ്പോൾ എന്തിനു കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കണം അവർ. അവിടെ ഈ പറയുന്ന പോലെ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ കൃത്യമായി അവരുടെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കും. സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഗർഭഛിദ്രത്തിനുള്ള ഈ ഗുളിക പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് കച്ചവടം ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാധനം ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ഡ്രഗ്സുകളെല്ലാം കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് വെച്ച് ഒന്നുകിൽ അത് ഫോട്ടോ കോപ്പി എടുത്ത് കൈവശം വെക്കുകയോ അതല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് അതിന്റെ പ്രിന്റ് ഔട്ട് സൂക്ഷിക്കുകയോ ചെയ്യണം. അങ്ങനെ ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത് ഈ പോയ 2 എണ്ണം എവിടെ, നമ്മൾ വെടിയുണ്ടയുടെ കണക്ക് പറയുന്നത് കേട്ടില്ലേ, പോലീസുകാർ ഉപയോഗിക്കുന്ന വെടിയുണ്ട എവിടെ പോയി എന്നുള്ളത് കൃത്യമായി എഴുതി കൊടുക്കണം. ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി ആ വെടിയുണ്ട ഉപയോഗിച്ചു എന്നുള്ള എഴുതി കൊടുക്കണം. ഇപ്പോൾ പട്ടാളക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അത്. അവർക്ക് കൊടുത്തിരിക്കുന്ന റേഷനാണ് ഇത്ര അമ്നീഷൻ എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു, എത്ര എണ്ണം നഷ്ടപ്പെട്ടു പോയി, എത്ര റൗണ്ട് നിങ്ങൾ നിറയൊഴിച്ചിട്ടുണ്ട്, ഇമാതിരി കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുകയും വേണം. എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തിൽ. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഡ്രഗ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആരോട് ഉത്തരവാദിത്വം പറയേണ്ടി വരും? അപ്പോൾ ഇതിന് കുറ്റക്കാർ മെഡിക്കൽ സ്റ്റോറുകാർ കുറ്റക്കാരാണ്. അതോടൊപ്പം തന്നെ അവരും ഈ പറയുന്ന പോലെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് വരെ കട്ടായി പോകാനുള്ള സാധ്യത ഈ നിയമപ്രകാരം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമാന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ആര്, ഈ CPM നിന്നോ ഇപ്പം നമുക്കറിയാം NDA ഇപ്പം BJP കൂടെ നമുക്കിപ്പോൾ പരിഗണിക്കാം. BJP നിന്നോ ഏതെങ്കിലും നേതാക്കൾക്ക് എതിരായി നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ആരോപണമോ പരാതിയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊരു സമാന തരത്തിലുള്ള പരാതി എന്ന് വരുന്നത്? നടൻ മുകേഷ് സമാന തരത്തിലുള്ള പരാതി എങ്ങനെയാവും? നടൻ മുകേഷ് അദ്ദേഹം MLA ആവുന്നതിന് മുമ്പ് അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത്, എനിക്കൊന്ന് 2015 മറ്റാണെന്ന് തോന്നുന്നു. അപ്പം സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു നടിയുമായി അല്ലെങ്കിൽ ഒരു നടി ഫേസ്ബുക്കിലൂടെ ഇത് സംസാരിക്കുകയും പിന്നീട് ഈ നടിയെ അയാൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതായിരുന്നു ഉയർത്തിയിരുന്ന പരാതി. ആ നടി പിന്നീട് പേര് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തു. പേര് വെളിപ്പെടുത്തി തന്നെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതാണ്. നടൻ ജയസൂര്യ ഒരു നടിയോട് മോശമായി ഏതോ ഒരു ഹോട്ടലിൽ ഷൂട്ടിനിടയിൽ ബാത്റൂമിന്റെ അവിടെ വെച്ച് മോശമായി പെരുമാറി എന്നും പറഞ്ഞിട്ട് നടൻ ജയസൂര്യക്കെതിരെ പരാതി വന്നു. വളരെ ചുരുക്കം ചില നടന്മാർക്കെതിരെ മാത്രമേ ഉള്ളൂ. നിവിൻ പോളിക്കെതിരെ പരാതി പ്രതികരിക്കുകയും ചെയ്തു, പ്രതിരോധിക്കുകയും ചെയ്തു. എന്നിട്ട് ഇതേ നടി തന്നെ, ഈ പറയുന്ന ആലുവ സ്വദേശിനിയായ ഇതേ നടി തന്നെ പിന്നീട് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു നടനെതിരായി പരാതി ഉയർത്തി. ഞാൻ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമ എന്ന് പറയുന്നത് സ്വന്തം കൈവെള്ളയിൽ, അതായത് രചന, സംഭാഷണം, അതായത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചന, സംഗീതം, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്ററോട്ടിക്കൽ നിർമ്മാണം, ഇത്രയും കാര്യം ചെയ്തുകൊണ്ട് സിനിമാ ഫീൽഡിൽ പിടിച്ചു നിന്ന എക്കാലത്തെയും മികച്ച സംവിധായകനെന്ന് വിളിക്കാൻ പറ്റുമോ, ഗാനരചയിതാവെന്ന് വിളിക്കണോ, അതല്ല എന്നുണ്ടെങ്കിൽ നിർമ്മാതാവെന്ന് വിളിക്കണോ, പിന്നെ അതല്ല അഭിനേതാവെന്ന് വിളിക്കണോ, ഇതിലൊക്കെ അപ്പുറത്തേക്ക് എല്ലാം കൂടെ ഒരു എന്താ പറയുക ഒരു ഓൾ ഇൻ വൺ എന്ന് പറയുന്ന നിലയിൽ നിന്ന് ഒരു നടനായിരുന്നു ബാലചന്ദ്രൻ മേനോൻ. ഇപ്പോഴാണ് അദ്ദേഹം മാറിപ്പോയത്. എന്നുവെച്ചാൽ പ്രായാധിക്യവും അതോടൊപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം മാറി. ഈ നടനെതിരായി ആരോപണം ഉന്നയിച്ചു. ഈ പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ മുൻനിര നായികമാരെല്ലാം ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
മുൻനിരയിലുള്ള നായികമാരെല്ലാവരും തന്നെ, അതായത് ആ കാലഘട്ടത്തിലെ സൂപ്പർ താരങ്ങളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന നടിമാരെല്ലാവരും ബാലേന്ദ്ര മേനോൻ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുമായിട്ടെല്ലാം പിന്നെ ബാലേന്ദ്ര മേനോൻ അഭിനയിച്ചിട്ടുമുണ്ട്. ഇവരെ അഭിനയിപ്പിക്കുക മാത്രമല്ല, ഒപ്പം കോസ്റ്റാർ തന്നെ ബാലേന്ദ്ര മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പിന്നെ സിനിമാ മേഖലയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം പേര് എടുത്ത് പറയുന്ന രീതിയിൽ അറിയപ്പെടാത്ത ഒരു നടി ഈ രീതിയിൽ ബാലേന്ദ്ര മേനോനെതിരായി ഒരു പരാതി കൊടുക്കുന്നു. ബാലേന്ദ്ര മേനോൻ നേരെ എന്ത് ചെയ്തു? ഇത് അപകീർത്തികരമായ പരാമർശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ബാലേന്ദ്ര മേനോൻ കേസ് കൊടുക്കുന്നു. ഈ നടി അറസ്റ്റിലാവുകയും ചെയ്യുന്നു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം ഈ നടിക്കെതിരായി അടുത്ത കേസ് വരികയാണ്. സ്വന്തം ബന്ധു കൂടിയായ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ആ ചെന്നൈയിൽ കൊണ്ടുപോയതിനു ശേഷം ഇവരെ കൊണ്ടുവന്നിട്ട് മറ്റ് ആൾക്കാർക്ക് കാഴ്ചവെക്കുക, അതായത് ഒരു സെക്സ് മാഫിയ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് രണ്ടാമത് ഇവർക്കെതിരെ ഉയർന്നു വന്ന പരാതിയാണ്. ആ പരാതിയിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ പോക്സോ കേസ് അടക്കം നടത്തി ഏറ്റവും ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു നടനെതിരെ പരാതി ഉയർത്തി. ഇങ്ങനെയെല്ലാം സമൂഹത്തിൽ നിരക്കാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടിയാണ് ഈ പറയുന്ന മുകേഷിനെതിരായ പരാതി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് മാത്രവുമല്ല, ഇത് പരാതി ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇതേ മുകേഷ് തന്നെ മുഖ്യമന്ത്രിയെ തെളിവുകൾ അടക്കം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കാണിച്ചു. പരാതി ഉയർന്നപ്പോൾ ദേ കിടക്കുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ, ഇവൾ എന്നോട് പിന്നെ പൈസ പലതവണ ആവശ്യപ്പെട്ടു, പൈസ കൊടുക്കാതെ വന്നതോടുകൂടിയാണ് ഈ രീതിയിൽ ആരോപണം ഉന്നയിച്ചത് എന്ന് പറയുന്നത്. ആ പൈസ ആവശ്യപ്പെടുന്ന അടക്കമുള്ള തെളിവുകൾ മുഖ്യമന്ത്രിയെ കാണിച്ചു, കൺവിൻസിങ് ചെയ്തു. ഈ പറയുന്ന നടൻ മുകേഷ് എവിടെയും ഒളിച്ചോടിയിട്ടില്ല. 3, 4, 6 ദിവസമായിട്ട് ഒളിച്ചോടുന്നില്ല, നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയല്ല. ഇതിനിടയ്ക്ക് തന്നെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി PR ഏജൻസികൾക്ക് കാശ് കൊടുത്തിട്ടില്ല. ഈ നടിയെ അസഭ്യം പറയാൻ വേണ്ടി ഒരാളെയും ഇവിടെ സൈബർ സംഘങ്ങളെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സമാന തരത്തിലുള്ള പരാതിയായി ഇത് മാറുന്നത്? ഇവിടെ നേരെ എന്താണ് നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റെന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന നിലയ്ക്ക് നിന്നുകൊണ്ട് തന്നെ പറയാം. സമാന തരത്തിലുള്ള കുറ്റകൃത്യമാണോ മുകേഷ് ചെയ്തത്? അല്ല. കടകംപള്ളി എന്താ ചെയ്തത്? കടകംപള്ളിയുടെ തെളിവെന്ന് പറഞ്ഞാൽ ആകെപ്പാട ഒരു പിന്നെ വീട്ടിലേക്ക് വരുന്ന ജോലിക്കാരുടെ ഫോൺ സംഭാഷണം മാത്രം പുറത്തേക്ക് വന്നത്. അത് വേണ്ട വലിയ തെറ്റാണോ? ഫോണിലൂടെ വിളിച്ച് നീ ഇവിടേക്ക് വരണം, മഴയാണെങ്കിൽ കോട്ട് മേടിച്ചൂടെ എന്നതുകൊണ്ട് കടകംപള്ളിയുടെ ഒരു പിന്നെ വോയിസ് ചാറ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമേ പുറത്തേക്ക് വന്ന്. അതും അയാൾ ഈ പറയുന്ന പോലെ സ്ത്രീകളെ കൊണ്ടുപോടുന്ന എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഗർഭചിത്രം നടത്തിയായിട്ട് യാതൊരു തെളിവില്ല. പിന്നെ KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലുള്ള സകലമാന കോൺഗ്രസ്സുകാരും പെടും. KB ഗണേഷ് കുമാർ എങ്ങനെ കാണിച്ചു എന്നുള്ളതിന്റെ എന്നിട്ടും KB ഗണേഷ് കുമാർ ഗർഭചിത്രം നടത്തിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് ഗർഭചിത്രം നടത്തിയിട്ടുമില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ ഇപ്പൊ ചിലരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകന കുട്ടിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ R ബാലകൃഷ്ണനുള്ള ചെലവിന് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോഴും അവിടെയും വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ഈ ഇൻ കേസ് KB ഗണേഷ് കുമാറിന്റെ സെയിം കേസിൽ തന്നെ ഈ KC വേണുഗോപാൽ പെട്ടുപോയതല്ലേ? പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ ബെന്നി ബെഹനാൻ പെട്ടുപോയതല്ലേ? അങ്ങനെ എത്ര നേതാക്കന്മാരുടെ പേരുകളാണ് ആ അതിജീവിതം എത്ര പേര്. അങ്ങനെയാണെങ്കിൽ ഈ സമാന സംഭവമാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാരും അങ്ങനെ തന്നെ. അതിൽ കുറച്ച് പേരെങ്ങാണ്ട് മാത്രം മാറി നിൽക്കും. എനിക്ക് തോന്നുന്നു പിന്നെ 1-2 പേര് VD സതീശൻ മാറി നിൽക്കുമെന്ന് തോന്നുന്നു. ചെന്നിത്തല മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. K സുധാകരൻ മാറി നിൽക്കും. പക്ഷെ K സുധാകരന് വേറെ കേസുണ്ട്. പിന്നെ മോൻസൺ മാവുങ്കലുമായി ചേർന്നുകൊണ്ടുള്ള ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് K സുധാകരന്റെ പേര് വേറെ കേസുണ്ട്. അതിലും പുള്ളി അന്വേഷണം നേരിട്ടതാ. അപ്പം സമാന പിന്നെ പരാതി CPM ഉണ്ടായി എന്ന് പറയുന്നത് ഏതാണ് സമാന പരാതി? അങ്ങനെ ഈ പറഞ്ഞ പോലെ ഗർഭചിത്രം നടത്തി അല്ലെങ്കിൽ പ്രേമം നടിച്ചുകൊണ്ട് പ്രേമിച്ച് ഗർഭിണിയാക്കി ഏറ്റവും ഒടുവിൽ ഗർഭചിത്രം നടത്തി എത്ര കേസുണ്ട് CPM-നെതിരായിട്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവണം. സമാനമായിരിക്കണം. അതായത് ഗുളിക എടുത്ത് കൊണ്ടുവന്നിട്ട് കൊടുത്ത് ഗർഭചിത്രം നടത്തി അങ്ങനെ, അതായത് പ്രണയിക്കുക, വിവാഹ വാഗ്ദാനം നൽകുക, യുവതിയെ ബലാത്സംഗമെങ്കിൽ ബലാത്സംഗം അത് ചെയ്യുക, പിന്നെ എന്നിട്ട് ഇവരെ ഗർഭിണിയാക്കുക, ഗുളിക കൊടുക്കുക, ഗർഭചിത്രം നടത്തുക, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് സമാന തരത്തിലുള്ള പരാതി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, സമാനം എന്ന് പറയുമ്പോൾ അതാണല്ലോ, ഒരുപാട് അടുത്ത് ഇരിക്കുന്നതാണ്. പി ശശിക്കെതിരെയുള്ള പരാതിയും തേഞ്ഞു മാഞ്ഞു പോയില്ലേ? പിന്നെന്താണ് ഇതിനകത്ത് വരുന്ന ഒരു യാഥാർത്ഥ്യം? എന്താണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് CPM-കാരുടെ ചോദിക്കരുത്? CPM-കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാക്കി വെച്ച ഈ കൊല്ലാപ്പിനുള്ള ഉത്തരവാദിത്വം പറയേണ്ടത്? അല്ല. അപ്പൊ സമാന പരാതി എന്ന് പറയുന്നത് വെറും ബ്ലണ്ടറാണ്. അവരിപ്പം വെറുതെ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ഒരു കാര്യം മാത്രമാണ്. സമാന പരാതി, ഞങ്ങൾ മാതൃകാപരമായ നടപടി. മറ്റൊരു വീഡിയോ നമ്മൾ പറഞ്ഞാണ് മാതൃകാപരമായ നടപടി എന്തായിരുന്നു എന്നുള്ളത്. മാതൃകാപരമേ അല്ലാത്ത നടപടി. ഞങ്ങളങ്ങ് ആദ്യമേ പ്രതികരിച്ചു. ഒരു പ്രതികരണമല്ല. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പ്രതികരിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ ഷാനിമോൾ ഉസ്മാൻ രംഗത്തേക്ക് വരുന്നുണ്ട്, KK രമ രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവര് ചെയ്തത് പിന്നെ ഇതിനെതിരായി പ്രതികരിച്ചിട്ടുള്ള ഏതെങ്കിലും വനിതാ CPM നേതാക്കന്മാരെ പൊതുമധ്യത്തിലിട്ട് ആക്ഷേപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും CPM പ്രവർത്തകർ?
നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. സി പി എമ്മിലുള്ള ഏതെങ്കിലും ഒരു വനിതാ നേതാവിനെ ഇപ്പോൾ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു, നമ്മുടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, എണ്ണി പറയാൻ കഴിയുന്ന നിരവധി വനിതാ നേതാക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ആരെയെങ്കിലും പൊതുമധ്യത്തിലിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് സി പി എമ്മിന്റെ സൈബർ സഹാക്കന്മാരെ ഒരു ഘട്ടത്തിലെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇവർക്കൊണ്ടുള്ള സൈബർ വിങ് അവരാരെങ്കിലും എപ്പോഴെങ്കിലും ഇവരായിട്ട് താറടിച്ചിട്ടുണ്ടോ? സി പി എമ്മിനെതിരെ സംസാരിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇവിടെ എന്തിനാ പറയുന്നത്, ഈ പറയുന്ന ഉമാ തോമസ് അവിടെ ആ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് താഴേക്ക് വീണിട്ട് അവർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്ന സമയത്തും അവിടെ ഇവർ മരിച്ചു പോകണം എന്ന് ഒരു ഘട്ടത്തിൽ ഒരു സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാക്കന്മാരും പ്രതികരിച്ചിട്ടില്ലെന്നേ. അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് മാത്രമേ അവർ ആശംസിച്ചിട്ടുള്ളൂ. അതേസമയം പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച തെണ്ടിത്തരത്തിന് അവർ പ്രതികരിച്ചപ്പോൾ അവരെന്താ പറഞ്ഞ, ആ വീഴ്ചയിൽ അവരങ്ങ് തീർന്നാ മതിയായിരുന്നു എന്നാണ് പ്രതികരിച്ചത്. ഇവരുടെ ഷാനിമോൾ ഉസ്മാൻ, കെ കെ രമ, ബിന്ദു കൃഷ്ണ, അങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന എത്ര വനിതാ നേതാക്കന്മാർ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അതിശക്തമായ ഭാഷയിലാണ് അവർ പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണല്ലോ അവർക്കെതിരെ ഈ സൈബർ ആക്രമണം വരുന്നത്. അപ്പൊ ഇങ്ങനെ സ്വന്തം പാർട്ടിയിലുള്ളവരോട് പോലും സഹിഷ്ണുതയില്ലാത്ത തരത്തിൽ ഈ രീതിയിൽ അവരെ ക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനാക്കുക, ഏറ്റവും ഒടുവിൽ അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക തുടങ്ങിയ ശ്രമങ്ങളല്ലേ. ഈ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത്, ഗണേഷ് കുമാർ ആണല്ലോ ഇപ്പൊ അവര് ഏറ്റവും, ഗണേഷ് കുമാറും മുകേഷും ഇവർ രണ്ടുപേരും ആണല്ലോ. ഈ ഗണേഷ് കുമാർ ഏത് ഘട്ടത്തിലാണ് ആ പരാതിക്കാരിയെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയത്? ഇന്നും അവര് സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇന്നും അവര് ജീവനോടെ ഇരിപ്പുണ്ട്, അവരെ കൊന്നുകളഞ്ഞിട്ടില്ല, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയിട്ടില്ല അവർക്ക്. കെ വി ഗണേഷ് കുമാറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നെയുമല്ല, കെ വി ഗണേഷ് കുമാറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ സി വേണുഗോപാലിന്റെ കാര്യം പറയണ്ടേ? കെ സി വേണുഗോപാലിനെതിരെ പരാതി ഉയർന്നു വന്നതല്ലേ? എന്നിട്ട് എന്താ പറയാത്ത? എന്താ അത് സമാന തരത്തിലുള്ള പരാതിയായത്? അത് സമാന തരത്തിൽ ഗണേഷ് കുമാറിന്റെ സമാന തരത്തിലുള്ള പരാതി തന്നെയാണ് കെ സി വേണുഗോപാലിനെതിരെയും വരുന്നത്. പിന്നെ ഉമ്മൻചാണ്ടിയെ ഇവിടെ സി പി എമ്മുകാരാണോ പറഞ്ഞുണ്ടാക്കിയത്? ആ സോളാർ കേസുമായി ബന്ധമുണ്ടെന്നും ആ യുവതിയായിട്ട് സ്വന്തം പാർട്ടിക്കാര് ഉമ്മൻചാണ്ടിക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞു വരുത്തിയ ആരാ? സ്വന്തം പാർട്ടിക്കാര്. അതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് മറിയാമ്മ ഉമ്മൻ കാര്യം വിളിച്ചു പറഞ്ഞത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാക്കന്മാര് പോലും പുതുപ്പള്ളി ഹൗസിന്റെ നടയിൽ കയറിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. നടയിലേക്ക് കയറിയിട്ടില്ല. കാരണം എന്താ, അവരുണ്ടാക്കി വെച്ച കുരുക്കിലേക്ക് വളരെ കൃത്യമായി ഉമ്മൻചാണ്ടിയെ കൊണ്ട് കെട്ടിയിട്ടു. അതാണ് ശരിക്കും ഉണ്ടായ സംഭവം. അവര് കൃത്യമായി ട്രാപ്പ് വിരിച്ചു, ആ ട്രാപ്പിലേക്ക് ഉമ്മൻചാണ്ടിയെ എടുത്തിട്ടു. അതിനൊരു പൊട്ടൻ, അതിന് എന്താ പറയാ, നമ്മുടെ പി സി ജോർജ് അതിന് യഥാർത്ഥത്തിൽ കുറെ ഡയലോഗ് അടിച്ചുകൊണ്ട് അങ്ങനെ ഇല്ല, ചക്കരപ്പെണ്ണ് വിളി അങ്ങനെയുടെ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്തു. ഇതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായത്. അല്ല, ഉമ്മൻചാണ്ടിയെ സി പി എമ്മുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടൊന്നുമില്ല. ഒരു സ്വാഭാവികം എന്നോണം ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതേ രീതിയിൽ മാത്രമാണ് സി പി എം പ്രതികരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ DYFIക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ അവിടെ സി പി എം അയ്യോ അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയമല്ല. അത് രാഷ്ട്രീയത്തിന്റെ നീക്കമല്ല. കാര്യം എന്താ, ഉയർന്നു വരുന്ന എപ്പോഴാ? ഈ സമയത്താണ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സി പി എം കോൺഗ്രസ്സുകാർ തന്നെയാണ്. എന്നിട്ട് അത് സി പി എമ്മിന്റെ തലയിലേക്ക് ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ശരിക്കും UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റായ ആരോപണമാണ്. തെറ്റായ ആരോപണം എന്ന് വെച്ചാൽ വളരെ വളരെ തെറ്റായ ആരോപണമാണ്. ഇപ്പൊ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ സ്ത്രീകളെ പലരെയും അതിജീവിതത്തിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് പാർട്ടി. എന്തിനു ഇറക്കണം? രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം പറ്റിയ തണ്ടിയാണോ സി പി എമ്മിന്? അല്ല. രാഹുലിനെ ഒതുക്കേണ്ടത് രാഹുലിന്റെ പാർട്ടിക്കകത്ത് നിന്നുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്ദീപ് വാര്യരുടെ പേര് വരെ നമുക്ക് പറയാം. ഈ രാഹുൽ കാരണം കെണിയിലായത് നമ്മുടെ രാഹുൽ ഈശ്വർ, പാവപ്പെട്ട ജയിലിൽ പോയി കിടക്കുകയാണ്, നിരാഹാരം കിടക്കുന്നുണ്ട്. ഇപ്പം ആശുപത്രി പ്രവേശിപ്പിച്ചു. കാര്യം അവിടെ പോയി നിരാഹാരം കിടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് പ്രശ്നമായി. അപ്പം ഇങ്ങനെ പലരെയും കൊടുക്കുകയാണ്. ഇപ്പൊ എന്താണ്, സന്ദീപ് വാര്യർ ഒളിവിൽ പോയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം തൊടുന്നതെല്ലാം പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമാന പരാതി എന്നും പറഞ്ഞിട്ട് നാട് നീളെ മൈക്കേട്ടി വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ഇത് സമാന പരാതിയൊന്നുമല്ല, ഇത് അങ്ങേ അറ്റത്തെ എന്താ പറയുക, വൃത്തികെട്ട ഒരു പരാതിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.